അപ്പോൾ ഞാൻ എൻ്റെ ഈ വർണ്ണാശ്രമം എന്ന് പറയുന്ന അതിൽ വ്യാസം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. സന്യാസം, ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഇനിയാണ് ഈ ബ്രഹ്മചാരികൾ ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് പുതിയ രൂപകൽപ്പനകൾ ചെയ്യാനായിട്ടുള്ള കഴിവ്, ആ ഗുണത്തെയാണ്. സ്വതസിദ്ധമായ ആത്മസിദ്ധമായ ഗുണമാണ് പുതിയ പുതിയ രൂപകൽപ്പനകൾ, അത് ഏത് മേഖലയാണെങ്കിലും. അപ്പോൾ ഇപ്പം ഞാൻ അങ്ങനെ ഒരു രൂപകൽപ്പന ഉണ്ടാക്കി. ഇപ്പോൾ ഒരു ചെറിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കണം. ഞാൻ അതിൻ്റെ കറക്റ്റ് എങ്ങനെ ഇരിക്കണം എന്നുള്ള രൂപകൽപ്പന ഇതൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ, അല്ലെങ്കിൽ വേണ്ട, ഞാനിപ്പോൾ എന്താ പറയുക, എന്തെങ്കിലും ഒരു ചെറിയ സാധനം ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചു, ഒരു സ്ട്രക്ചർ. ഞാൻ അതിൻ്റെ കൃത്യ കണക്കും കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ട് അത് കൃത്യമായിട്ട് അതിൻ്റെ ഡിസൈൻ എങ്ങനെ ഇരിക്കണം എല്ലാം ഞാൻ ചെയ്തു വെച്ചു. എന്നിട്ട് അത് നോക്കിയിട്ട് ഞാൻ ചെയ്യാനിരിക്കുകയാണ്. പക്ഷെ ഞാനത് ചെയ്തിട്ട് നന്നായിട്ട് വരുന്നുമില്ല, അത് കറക്റ്റായിട്ട് വരുന്നില്ല, എല്ലാം അലങ്കോലമായിട്ടിരിക്കുന്നു, കറക്റ്റായിട്ട് വരുന്നില്ല, കറക്റ്റ് ഒരു മെഷർമെൻറ്റിൽ വരുന്നില്ല, ഒരു ഭംഗിയില്ല, ഒന്നുമില്ല. അപ്പോൾ എനിക്കത് ഒരു രസം തോന്നുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിലുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല അത്. അപ്പോൾ വേറൊരാൾ വരികയാണ്, വേറൊരു അദ്വൈതാർത്ഥം വന്നിട്ട് അയാൾ ഈ എന്ത് പറ്റിയെന്ന് ചോദിക്കാം. ഇതാണ് സംഭവം, എൻ്റെ കയ്യിൽ കംപ്ലീറ്റ് രൂപകൽപ്പന എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ അയാൾ ആ രൂപകൽപ്പന മുഴുവൻ നോക്കുകയാണ്. നോക്കിയിട്ട് അയാൾ പറയും ഞാനത് നോക്കട്ടെ എന്ന് പറയും. എന്നിട്ട് അയാൾ ചെയ്യുമ്പോൾ അത് കറക്റ്റ് പെർഫെക്റ്റായിട്ട് വളരെ മനോഹരമായിട്ട് അയാൾ അത് ഉണ്ടാക്കിയെടുക്കുകയാണ്, അതിനാക്കി മാറ്റുകയാണ്, അതിനെ ആവിഷ്കരിക്കുകയാണ്, മെറ്റീരിയലൈസ് ചെയ്യണം. അപ്പോൾ എനിക്കില്ലാത്ത എന്തോ ഒരു ഗുണം അയാൾക്കുണ്ട്. എന്താണത്? ഒരു ബ്ലൂ പ്രിൻറ്റിനെ മെറ്റീരിയലൈസ് ചെയ്യാനായിട്ടുള്ള സ്വതസിദ്ധമായ കരവിരുതും മനവിരുതും അയാൾക്കുണ്ട്. ആ ഗുണത്തെ വിളിക്കുന്ന പേരാണ് ജൂദ്രം എന്ന് പറയുന്നത്. ശൂദ്രമല്ല, ജൂദ്രം. കാരണം ജീനെ ദ്രാ ചെയ്യുക. മനസ്സിലായോ? അപ്പോൾ ജീനദ്രാജി എന്ന് പറഞ്ഞാൽ, ജി എന്ന് പറഞ്ഞാൽ പല ഗുണങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടാകുന്ന പുതുഗുണത്തെയാണ് ജി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ദ്രാ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പുറത്തോട്ട് ബാഹ്യമായിട്ട് കൊടുക്കുക എന്നാണ്. ആ ഗുണം അയാൾക്കുണ്ട്, പക്ഷെ അത് എനിക്കില്ല. അപ്പോൾ എനിക്കില്ലാത്ത എന്ത് ഗുണമാണ് അയാൾക്കുള്ളത്? അയാൾക്ക് ഈ എഴുതി വച്ചിരിക്കുന്ന ബ്ലൂ പ്രിൻറ്റിനെ, ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട മൊത്തം രൂപകൽപ്പനയെ റിയാലിറ്റിയിലോട്ട് അതിനെ ആവിഷ്കരിക്കാൻ, മനോഹരമായി ആവിഷ്കരിക്കാനായിട്ടുള്ള ഒരു മനവിരുതും കരവിരുതും അയാൾക്കുണ്ട്. എനിക്കുള്ള മനവിരുതും കരവിരുതും ഈ പുതിയ പുതിയ രൂപകൽപ്പന ഡിസൈനും ചെയ്തെടുക്കാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ ആ ഗുണത്തെയാണ് ജൂദ്രൻ എന്ന് പറയുന്നത്, ജൂദ്രഗുണം. അവരെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വനപ്രസ്ഥം എന്ന് പറയും. എന്താണ് വനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ? വൻ എന്ന് പറഞ്ഞാൽ പുറത്തോട്ട് ആവിഷ്കരിക്കുന്നതിനെയാണ് വൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ. പ്രസ്ഥം എന്ന് പറഞ്ഞാൽ ഒരു രൂപമാക്കി മാറ്റുക. ഇന്ദ്രപ്രസ്ഥം എന്ന് കേട്ടിട്ടില്ലേ? വനപ്രസ്ഥം. അപ്പോൾ പ്രസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ട്രക്ചർ എന്നാണ് അർത്ഥം. വൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആവിഷ്കരിക്കുക എന്നാണ് അർത്ഥം. ഇനി പ്രസ്ഥത്തിൻ്റെ അപ്പുറത്തോട്ട് കൊണ്ടുപോയി വന കൊണ്ടുപോയി ഇട്ട് കഴിഞ്ഞാൽ പ്രസ്താവനയായില്ലേ? പ്രസ്താവന എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പുറത്തോട്ട് പ്രസ്താവന നടത്തുക എന്ന് പറയത്തില്ലേ? അത് നമ്മളിപ്പോൾ സംസാരിക്കുന്നതിന് മാത്രമാണ് പറയുക. പക്ഷെ അങ്ങനെയല്ല. പ്രസ്താവന എന്ന് പറഞ്ഞാൽ പ്രസ്ഥത്തെ വൻ ചെയ്യുക എന്നാണ്, ആവിഷ്കരിക്കുക എന്നാണ്. അപ്പോൾ ബ്രഹ്മാവ് അല്ലെങ്കിൽ ബ്രഹ്മചാരി ഉണ്ടാക്കുന്ന അത് ഏത് മേഖലയിലാണെങ്കിലും ഇങ്ങനെയുള്ള രൂപകൽപ്പന ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അവരുണ്ടാക്കിയതിനെ മനോഹരമായിട്ട് ഇത് മെറ്റീരിയലൈസ് ചെയ്യണമെങ്കിൽ അതിന് വേറൊരു ഗുണം വേണം. ആ ഗുണം ഉണ്ടെങ്കിൽ അത് മനോഹരമായിട്ട് ആവിഷ്കരിക്കപ്പെടത്തുള്ളൂ. അതാണ് ഞാനിവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ആ ബ്രഹ്മത്തെ എടുത്ത് അതിനെ അതിനൊരു വേറൊരു ആ ചുവപ്പ് ഇതൊക്കെ വെച്ചിട്ട് അത് ഒരു ആവിഷ്കാരമാക്കി മാറ്റുകയാണ്, മനോഹരമായ ആവിഷ്കാരമാക്കി മാറ്റാൻ കഴിവുള്ള ആളെ വിളിക്കുന്ന പേരാണ് ജൂദ്രൻ. അയാളെ വിളിക്കുന്ന മറ്റൊരു പേരാണ് വനപ്രസ്ഥൻ. മനസ്സിലായോ? അപ്പോൾ ഈ പറയുന്ന ബ്രഹ്മാവ് ചെയ്യുന്ന അല്ലെങ്കിൽ ബ്രഹ്മചാരികൾ എന്ന് പറഞ്ഞാൽ രൂപകൽപ്പനകൾ ചെയ്യും. അതിനെ പുറം ലോകത്തോട്ട് കൊടുക്കുമ്പോൾ വളരെ മനോഹരമായിരിക്കണം. അത് ചിലപ്പോൾ ബ്രഹ്മചാരി ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വരത്തില്ല. ആ കറക്റ്റ് പ്രൊപ്പോർഷനും കാര്യങ്ങളും കറക്റ്റായിട്ട് അത് യോജിപ്പിച്ച് ചെയ്യാൻ പറ്റില്ല. അയാൾക്ക് ആ മനസ്സിൽ അത് കംപ്ലീറ്റ്ലി കാണാൻ പറ്റും. പക്ഷേ ഇതിനെ അങ്ങനെ ആക്കി മാറ്റണമെങ്കിൽ അതിന് വേറൊരു ഗുണം വേണം. ഇപ്പം നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ പറയാം. ഇപ്പോൾ MT വാസുദേവൻ നായർ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നു, അതിലൊരു കഥാപാത്രം, അല്ലെങ്കിൽ സിബി മലയിൽ ഒരു സ്ക്രീൻ പ്ലേ എഴുതുകയാണ്, അതിലൊരു കഥാപാത്രം സേതുമാധവൻ. അതിൽ ആ കഥയിൽ പറഞ്ഞിരുന്നതിനേക്കാളും മനോഹരമായിട്ട് ആ സേതുമാധവനെ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് എത്തിക്കുന്നത് മോഹൻലാലാണ്. വേറെ ആര് ചെയ്താലും ചിലപ്പോൾ അത്ര മനോഹരമായിരിക്കണമെന്നില്ല. ഈ സിബി മലയിൽ അഭിനയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് സേതുമാധവനാവുമോ? ആവില്ല. മനസ്സിലായോ? എല്ലാ ബ്രഹ്മചാരികൾക്കും അത് ചെയ്യാൻ പറ്റില്ല.
അപ്പോൾ അതിനെയാണ് ജൂദ്ര ഗുണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ സിനിമയിലെ ജൂദ്രന്മാർ ആരാണ്? അഭിനേതാക്കൾ, ആർട്ട് ഡയറക്ടേഴ്സ്, സിനിമാറ്റോഗ്രാഫേഴ്സ്, കോസ്റ്റ്യൂം ഡയറക്ടേഴ്സ്, പിന്നെ എന്താണ് പറയുക, ഇവരൊക്കെയാണ്. മനസ്സിലായി? ഇവരൊക്കെയാണ് ജൂദ്രന്മാരെന്ന് പറഞ്ഞാൽ. ഒരു സിനിമയിലെ ബ്രഹ്മാവ് എന്ന് പറയുന്നത്, ബ്രഹ്മചാരി എന്ന് പറയുന്നത് സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ്, അതിനെ സ്ക്രീൻ പ്ലേ റൈറ്റേഴ്സ്, അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടായാലും ഇതെല്ലാം ചെയ്ത് ആ രൂപകൽപ്പന കംപ്ലീറ്റ് ആക്കി മാറ്റുന്ന ആൾക്കാർ ആരാണോ ചെയ്യുന്നത് അതാണ് ബ്രഹ്മാവുകൾ അല്ലെങ്കിൽ ബ്രഹ്മാവ്. ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനം. അപ്പോൾ ഇങ്ങനെ വ്യാസം എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു, ബ്രഹ്മാവ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബ്രഹ്മചാരി, ഇനി വനപ്രസ്ഥൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇതാണ് 3 അടിസ്ഥാന ഗുണങ്ങൾ. അപ്പോൾ നമ്മുടെ ഇവിടെ വനപ്രസ്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്? കാട്ടിൽ പോയി താമസിക്കുന്നതാണ് അത്ര. ഞാൻ കഴിഞ്ഞ ഇതിലും പറഞ്ഞു, അതായത് കാട്ടിൽ പോയി താമസിക്കുന്ന പറയുന്നത് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? പ്രായപൂർത്തിയാകുന്നവരെ സെക്സും യാതൊന്നും ഇല്ലാതെ എന്തൊക്കെയോ പഠിക്കണം എന്ന് പറയുന്നതിന് വേണ്ടി ബ്രഹ്മചാരി എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ കല്യാണം കഴിപ്പിക്കും, അപ്പം നീ ഗൃഹസ്ഥനാവും. അത് കഴിഞ്ഞ് എന്തോ കുടുംബജീവിതം തകരാറിലാവുന്നതുകൊണ്ടാണെന്ന് അറിയത്തില്ല, നേരെ കാട്ടിൽ പോയി താമസിക്കുക. ഇതൊക്കെയാണോ? ഇതൊക്കെ റിയാലിറ്റിയാണോ? ഇതൊക്കെ എന്താണിത്? ഇതൊക്കെ വെറും മണ്ടത്തരമാണ്. വനപ്രസ്ഥൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ 3ാമത്തെ ഗുണം. അപ്പോൾ സൃഷ്ടിയിലെ 3 ഗുണങ്ങൾ: വ്യാസം, ബ്രഹ്മം, ജൂദ്രം. അത് വ്യാസം എന്ന് പറഞ്ഞാൽ സന്യാസിയായി മാറും, ബ്രഹ്മചാരി ആയി മാറും ബ്രഹ്മഗുണമുള്ളവർ. ജൂദ്രഗുണമുള്ള ആൾക്കാരെ പൊതുവെ വിളിക്കുന്ന പേരാണ് വനപ്രസ്ഥന്മാർ, പ്രസ്ഥമാക്കി വൻ ചെയ്യുന്നവർ. ഇതാണ് 3ാമത്തെ വർണ്ണാശ്രമത്തിലെ 3ാമത്തെ സംഗതി.